നമസ്കാരം. ഷോ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസുകാർ പാലക്കാട് കൽപ്പാത്തിയിൽ കാണിച്ചു കൂട്ടിയ ആചാര ലംഘനത്തിന്റെ ആഘാതം മാറിയിട്ടില്ല. അതിനിടയ്ക്കാണ് പിണറായി സർക്കാരും കൂടി ഓരോ ദിവസവും ഹിന്ദുഭക്തരെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കവും കൊണ്ട് വരുന്നത്. ചില ആചാരങ്ങൾ സത്യത്തിൽ ഒരു മതത്തിനു വേണ്ടി മാത്രമുള്ളതല്ല എന്ന് പിണറായി സർക്കാരിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ശബരിമലയും ഗുരുവായൂരും ഒക്കെ പണത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി മാത്രമുള്ളതല്ല. അതൊരു ക്ഷേത്രമാണ്. അവിടെ ഭക്തിക്കാണ് പ്രസക്തി. ഇപ്പോൾ തന്നെ ഇതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഗുരുവായൂരിൽ ഉണ്ടായി. വർഷങ്ങളായി ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചു പോരുന്ന ഭക്തജനങ്ങൾക്ക് എന്ത് വിഷമമാകും ഇതെല്ലാം കാണുമ്പോൾ എന്ന് ചിന്തിച്ചിട്ടാണോ ഇതെല്ലാം? അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് ജനങ്ങൾ പറയുന്നതും. അതിലൊക്കെ കാര്യമുണ്ട് സാർ. മതവികാരം വ്രണപ്പെടുത്തി എന്തിനാണ് സർക്കാരെ ഇങ്ങനെ പണി വാങ്ങിച്ചു കൂട്ടുന്നത്? ആദ്യം നിങ്ങൾ ശബരിമലയിൽ കൈവച്ചു. അത് നടക്കാതെ വന്നപ്പോൾ ഗുരുവായൂരിനെയും ലക്ഷ്യം വെച്ച് ഇറങ്ങിയിരിക്കുവാണല്ലോ. ആന എഴുന്നള്ളിപ്പിന്റെ പുതിയ നീക്കങ്ങൾ അത്രയ്ക്കങ്ങോട്ട് ഒത്തില്ല അല്ലെ? ഏകാദശി നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഉദയാസ്തമന പൂജ വേണ്ടെന്ന് വെച്ചതിന് പിന്നിൽ മതവികാരം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ജനറൽ സെക്രട്ടറി ബിജേഷ് കുമാറാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 299 അനുസരിച്ച് ദേവസ്വം ഭരണ സമിതിക്കെതിരെയും അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. ഉദയാസ്തമന പൂജ 2023 ഏകാദശി നാളിലും മാറ്റിവെക്കാനൊരു ശ്രമം നടന്നിരുന്നു. അന്ന് ഭക്തർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ധാരാളം പരാതികൾ ലഭിച്ചതിനെ തുടർന്നും പ്രതിഷേധം ശക്തമായ തുടർന്നും ഈ നീക്കത്തിൽ നിന്ന് ഭരണസമിതി അന്ന് പിന്മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉദയാസ്തമന പൂജ മാറ്റുന്നത് ഗുരുതരമായ ആചാര ലംഘനമാണെന്നും ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുമെന്നും കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഭരണസമിതിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. എന്നിട്ടും ഇക്കൊല്ലം വീണ്ടും ഉദയാസ്തമന പൂജ മാറ്റുന്നത് ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്ന് പരാതിയിൽ പറയുന്നു. സത്യമല്ലേ? ഓരോ ക്ഷേത്രത്തിന്റെയും നിലനിൽപ്പ് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലാണ്. പൂജ മുടങ്ങിയാൽ ക്ഷേത്രത്തിനും നാടിനും ദോഷമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. തന്ത്രിയുടേത് അവസാന വാക്കെന്ന നിലപാടിൽ ഉറച്ചു നിന്നാണ് ഭക്തരുടെ ആവശ്യങ്ങൾ മാനിക്കാതെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇത് മതവികാരം വ്രണപ്പെടുത്താനും ക്ഷേത്രത്തിൽ ആചാര ലംഘനം ഉണ്ടാക്കാനും അല്ലാതെ എന്തിനാണ്? അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 299 അനുസരിച്ച് കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്.